യെസ്, എല്ലാ കണ്ണുകളും ഒരിക്കൽ കൂടി എറണാകുളത്തേക്കാണ്, ജില്ലാ സെഷൻസ് കോടതിയിലേക്കാണ്. നടിയാക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നുണ്ടാകും. പൾസർ സുനി അടക്കം കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറയുക. ഗൂഢാലോചന കേസിൽ നടൻ ദിലീപ് അടക്കം 4 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷാവിധിക്കൊപ്പം കേസിന്റെ വിശദമായ വിധി പ്രസ്താവവും പുറത്തുവരും. പ്രതികളെ വിയൂർ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയി. കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തബ, തൃശൂരിൽ നിന്ന് നടരാജ് പരശുരാം എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നടരാജിലേക്കാണ്. നടരാജ്, അല്പസമയം മുൻപാണ് അവരെ വിയൂർ ജയിലിൽ നിന്ന് 6 പ്രതികളെയും കൊണ്ടുപോയിട്ടുള്ളത്. എത്ര സമയത്തോടെ അവർ അവിടേക്ക് എത്തിച്ചേരും? എറണാകുളം സെഷൻസ് കോടതിയിൽ പ്രതികളുമായി പോലീസ് സംഘം എത്താനാണ് സാധ്യത. ഏതാണ്ട് 8:20 കൂടിയാണ് നടി ആക്രമിച്ച കേസിലെ പ്രതികളുമായി പോലീസ് സംഘം തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ടത്. അല്പസമയം മുമ്പ് അവർ പാലിയേക്കര പിന്നിട്ട് ഇപ്പോൾ കൊടകര ഭാഗത്ത് എത്തി വാഹനം മുന്നോട്ട് പോവുകയാണ്. വലിയ തിരക്കുള്ള റോഡല്ല ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10-10:15 എന്തായാലും എറണാകുളം സെഷൻസ് കോടതിയിൽ ഇവരെത്താനാണ് സാധ്യത. രാജ്യം ഏറെ ഉറ്റുനോക്കുന്ന ഒരു കേസാണിത്. എന്ത് ശിക്ഷയാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് ലഭിക്കുക എന്നറിയാനാണ് എല്ലാവർക്കും ആകാംക്ഷയുള്ളത്. പ്രത്യേകിച്ചും ഏറെ വലിയ ക്രൂരമായ പീഡനത്തിന് നടി ഇരയായി എന്നുള്ള കാര്യം വ്യക്തമായ സാഹചര്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. തങ്ങൾ നിരവധി കാലമായി ജയിലിൽ കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വേണമെന്നുമാണ് പ്രതിഭാഗം വാദിക്കുന്നത്. പക്ഷേ കോടതി ഇത് മുഖവിലയ്ക്ക് എടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും നേരത്തെ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധി സംബന്ധിച്ച പല അഭിപ്രായവും പൊതുസമൂഹത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് ശിക്ഷ വൈകുകയാണെങ്കിൽ കൂടുതൽ ചർച്ചകളും വിമർശനങ്ങളും കോടതി വിധി സംബന്ധിച്ച് വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും എന്ത് വിധിയാകും ഈ കേസിൽ ഉണ്ടാകുക എന്ന കാര്യത്തിലാണ് ആകാംക്ഷ.